ഇവിടെ ആര് വന്നാലും ഇപ്പം ശരിയാ. LDF അധികാരത്തിൽ വരാതിരുന്നാൽ ചിലപ്പോൾ ക്ഷേമ പെൻഷൻ വരെ ചിലപ്പോൾ മുടങ്ങിയെന്ന് വരും. കാരണം അത്രയും കടത്തിലാണ് LDF ഇപ്പോൾ പോണത്. BJPക്ക് സാധ്യത എന്തെങ്കിലും ഉണ്ടോ? BJP 2-3 സീറ്റ് പിടിക്കുന്നത് അല്ലാതെ എന്ത് സാധ്യത? കാരണം ശിവൻകുട്ടിയൊക്കെ എന്തെന്നാ പറയണ അസംബ്ലിയിൽ ചെന്നിട്ട് കസേര വലിച്ചെറിഞ്ഞ ആളാണ്. വിദ്യാഭ്യാസ വകുപ്പുണ്ട് അല്ലേ? ഇപ്പം UDFനടുത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ ഇപ്പോഴും. അത് കാലാകാലങ്ങളിൽ എല്ലാ ഇലക്ഷനും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഈ ഇലക്ഷന് ഞാൻ നോക്കിയിട്ട് വളരെ കുറച്ചാണ് സംഭവം. LDF ഈ കഴിഞ്ഞ 5 വർഷം വലിയ കുഴപ്പമില്ലായിരുന്നു. ഈ 5 വർഷം വലിയ സുഖമുണ്ടായില്ല. UDF കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 65 സീറ്റ്. അങ്ങനെയാണ് അവിടുത്തെ ട്രെൻഡ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ നാട്ടിൽ. ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും പൂർത്തീകരിക്കണില്ല. BJPക്ക് ഒരു വിജയ സാധ്യത ഒന്നും കിട്ടില്ല. നമ്മൾ നിഷ്പക്ഷമാണ്, എങ്കിലും UDF വരും. മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഭരണം LDF UDF മൾട്ടിപേ ആയിട്ട് നിൽക്കുള്ളൂ. ഈ വർഷം LDF കഴിഞ്ഞ പ്രാവശ്യം തുടർ ഭരണം കിട്ടിയില്ലേ? കിട്ടി. LDF വരും. കാരണം ജനങ്ങൾക്ക് ചെയ്തേക്കുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളല്ലേ ചെയ്തേക്കുന്നത്. UDFന്റെ ഒരു UDF തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കല്ലേ. അവർക്ക് അധികാരമോഹങ്ങളല്ലേ ഉള്ളതിൽ. അവരിപ്പോൾ ജയിച്ചു വന്നാൽ തന്നെ ജനങ്ങൾക്കാരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ? ജനങ്ങൾക്കൊന്നും ചെയ്യില്ല. അവർക്ക് ഈ അധികാരമോഹമായിട്ട് നടക്കണവർ അതുകൊണ്ട് ഒരു കാര്യമില്ല. തിരുവനന്തപുരത്ത് ഒരെണ്ണം സാധ്യതയുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കാൻ സാധ്യതയുണ്ട്. BJP അക്കൗണ്ട് തുറക്കും. കോൺഗ്രസിനെ സംബന്ധിച്ച് കെ സുധാകരൻ ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ്. BJPക്കാർ വരുമെന്നല്ലേ തോന്നുന്നു. BJP അങ്ങനെയാണ് തോന്നുന്നത്. കാരണം എന്താ? ഇല്ല, നരേന്ദ്രമോദി ഓരോന്നും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. നരേന്ദ്രമോദി കേന്ദ്രത്തിലല്ലേ ചെയ്യുന്നുണ്ട്. പക്ഷെ പിണറായി സാർ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ചേട്ടൻ ഈ പ്രാവശ്യം വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലേ? LDF 10 വർഷമായിട്ടുള്ള ജനങ്ങൾക്ക് നല്ല രീതി കാര്യങ്ങളും വികസനമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പാലം, റോഡ്, ക്ഷേമ പെൻഷൻ. ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ള ഒരു പ്രശ്നമാണ് അവരുടെ. 5-8 പേര് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കുപ്പായം തയ്ച്ചു വെച്ചേക്കനാണ്. തമിഴ്നാട്ടിൽ ആര് അധികാരത്തിൽ വരും? വിജയ് അധികാരത്തിൽ വിജയോ? വിജയ് നോ അലയൻസ്. വിജയ് ചാൻസ് നോ. 140 ഉള്ളത്. 100 തന്നെ പ്രതീക്ഷിക്കാം. 100 കിട്ടും. തോന്നലല്ല UDF അധികാരത്തിൽ വരും. BJP പ്രാവശ്യം അക്കൗണ്ട് തുറക്കോ? ഒന്ന് SBI, ഒന്ന് കാനറ ബാങ്ക്, ഒന്ന് ഫെഡറൽ ബാങ്ക്. എത്ര സീറ്റ് കിട്ടും BJPക്ക്? സീറ്റൊന്നും കിട്ടൂല. ഇപ്പൊ ഭരണം 2 വർഷമായിട്ടുള്ള ഭരണത്തില് അഴിമതിയാണ് നടക്കണം മുഴുവൻ. അല്ല ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പറഞ്ഞിട്ട് മാറ്റങ്ങൾ കുറെ ഉണ്ടല്ലോ. അടിപൊളിയായിട്ട് അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം കോൺഗ്രസ് വരാൻ ചാൻസ് കാണിക്കുന്നുണ്ട്. LDF UDF ആർക്ക് വോട്ട് ചെയ്യണം അവർ ജയിക്കുമെന്ന്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ആ പ്രഖ്യാപനവും എത്തിക്കഴിഞ്ഞു. ഏപ്രിൽ 9 കേരളം പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയാണ്. പിണറായി സർക്കാർ ഹാട്രിക് കുതിപ്പ് നേടുമോ? അതോ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് അധികാരം തിരിച്ചുപിടിക്കുമോ? ഇതിനെല്ലാം ഇടയിൽ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ? വോട്ടർമാരുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ആരധികാരത്തിൽ വരുമെന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. കാരണം കോൺഗ്രസും ആകെ പ്രശ്നങ്ങളിലാണ്, ഈ LDFും പ്രശ്നങ്ങളിലാണ്. അപ്പോൾ ഇത് ആര് വരുമെന്നുള്ളത് ജനങ്ങൾ വോട്ട് ചെയ്ത് തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ചേട്ടൻ ആർക്കാ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ അങ്ങനെ വോട്ട് ചെയ്യുന്നത് നമ്മളങ്ങനെ പറയാൻ പാടില്ല. എന്നാലും ആര് വരണം എന്നാ ചേട്ടൻ്റെ ആഗ്രഹം? ഇവിടെ ആര് വന്നാലും ഇപ്പം ശരിയാ. ഇപ്പോൾ LDF അധികാരത്തിൽ വരാതിരുന്നാൽ ചിലപ്പോൾ ക്ഷേമ പെൻഷൻ വരെ ചിലപ്പോൾ മുടങ്ങിയെന്ന് വരും. കാരണം അത്രയും കടത്തിലാണ് LDF ഇപ്പോൾ പോണത്. അത്രയും കടം ഭരിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക്. പിന്നെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വരേണ്ടത് UDF ആണ്. UDFിൽ തന്നെ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. ഇപ്പം തന്നെ സുധാകരൻ BJPയിലേക്ക് പോകാമെന്ന് സംശയിക്കണം. കാരണം ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. അപ്പോൾ സുധാകരൻ BJPയിലേക്ക് പോയാൽ ചിലപ്പോൾ ആ കണ്ണൂർ സീറ്റ് BJPക്ക് കിട്ടിയാലോ, അങ്ങനെ നമ്മൾ സംശയിക്കണ്ടേ. കണ്ണൂർ തന്നെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ അല്ലേ LDFിൽ. ഈ സർക്കാരിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സർക്കാർ പിന്നെ വികസനം നടത്തിയെന്ന് പറയുന്നുണ്ട്. ഇവിടെ സാധാരണക്കാരന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ ഈ ലോട്ടറി വിൽക്കണവരുടെ തന്നെ കാശ് ഇവർ തട്ടിപ്പറിച്ചേക്കുക. GST എന്നും പറഞ്ഞ് GST എന്താണ് ഉദ്ദേശിക്കുന്നത്? GST കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ലാഭവിഹിതം കൊടുക്കാനാണ് പറയുന്നത്. അതിന് ഞങ്ങളുടെ ഈ ചെറിയ കച്ചവടം ഇത് കണ്ട 60 ടിക്കറ്റ് ഇവിടെ വിറ്റിട്ടില്ല. എന്ത് കിട്ടും ഞങ്ങൾക്ക്? ഞങ്ങളുടെ വിച്ചച്ചട്ടിയിൽ വരെ ഒരു കൈയിട്ട് വരികയാണ്. എന്നിട്ട് പറയണത് ഇവിടെ സാധാരണക്കാരന് ദാരിദ്ര്യ നിർമ്മാർജ്ജന കേരളമെന്ന്. ഞങ്ങളെയൊക്കെ ദരിദ്രരാക്കിയേക്കുമോ സത്യത്തിൽ? അപ്പോൾ വരേണ്ടതാരാണ് UDF ആണ്. പക്ഷേ അത് വരുവാന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ടഫാണ് മത്സരം. BJPക്ക് സാധ്യത എന്തെങ്കിലും ഉണ്ടോ? BJP 2-3 സീറ്റ് പിടിക്കുന്നത് അല്ലാതെ എന്ത് സാധ്യത?
അതിൽ കൂടുതൽ എവിടെ പിടിക്കുന്നത്? BJPക്ക് എവിടേക്ക് സീറ്റ് കിട്ടുന്ന ചേട്ടന് തോന്നുന്നേ? ഒന്ന് നിയമം കിട്ടുമായിരിക്കും, നിയമം. ഒന്ന് പാലക്കാട്. ചിലപ്പോൾ ഒരു 3 സീറ്റ് BJP പിടിച്ചേക്കും എന്ന് കണക്ക് കൂട്ടണം. പറയാൻ പറ്റില്ല, ചിലപ്പോൾ അത് ഒരു സീറ്റിൽ ഒതുങ്ങാം. നിയമം ഏതായാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. കാരണം ശിവൻകുട്ടിയൊക്കെ എന്തെന്നാ പറയണ, അസംബ്ലിയിൽ ചെന്നിട്ട് കസേര വലിച്ചെറിഞ്ഞ ആളാണ് വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ട്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കസേര കളി അടിയുണ്ടായതാണ് അവിടെ. ഒരു അസംബ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ആളാണ് ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് വന്നിരിക്കുന്നത്. അപ്പം പിന്നെ അതൊക്കെയാണ് രാഷ്ട്രീയം. നമുക്കിപ്പോൾ ഇത് പറയാൻ പാടില്ല, കാരണം ഒരു പക്ഷത്ത് നിന്നും പറയാൻ പാടില്ല. ഇനിയിപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ തന്നെ ഇവിടെ പ്രശ്നങ്ങളായിരിക്കും. കാരണം ഇത്രയും കടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി UDF വന്നിട്ട് എന്ത് ചെയ്യാനാ? ഈ കടങ്ങളൊക്കെ മാറ്റിയിട്ട് ഇവിടെ ക്ഷേമ പെൻഷൻ വരെ മുടങ്ങുവാന്ന് നമ്മൾ സംശയിക്കണം UDF വന്നു കഴിഞ്ഞാൽ. പക്ഷേ ക്ഷേമ പെൻഷൻ കൊടുക്കണ്ടല്ലോ LDF, അത് തന്നെ ചിലപ്പം മുടങ്ങും. അപ്പോൾ കറക്റ്റായിട്ട് അധികാരത്തിൽ വരേണ്ട LDF ആണ്. അവർ തന്നെ വരണം. BJPക്കാർ വരുമെന്നല്ലേ തോന്നുന്നു. BJP അങ്ങനെയാണ് തോന്നുന്നത്. കാരണം എന്താ? ഇല്ല, നരേന്ദ്രമോദി ഓരോന്നും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. നരേന്ദ്രമോദി കേന്ദ്രത്തിലല്ലേ ചെയ്യുന്നുണ്ട്. പക്ഷെ പിണറായി സാറെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അത് ഓർക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് തന്നെ ജയിക്കുമെന്നാണ് എൻ്റെ ഉറപ്പ്. കമ്മ്യൂണിസ്റ്റ് BJP ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ? അല്ല, പിണറായി വിജയൻ സാർ ഓരോന്ന് കേരളത്തിൽ ചെയ്യുന്നുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ. അപ്പം കമ്മ്യൂണിസ്റ്റ് ജയിക്കുമെന്നാണ് എൻ്റെ ഒരു ധാരണ. അല്ല, എന്തായാലും ഈ നാട് നന്നാവണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ഞാൻ റെയിൽവേയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഈ റോഡ് ഗതാഗതമൊക്കെ ഓർക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡൊക്കെ നന്നാക്കണമെന്നും വലിയ താല്പര്യമുണ്ട്. ഇനിയിപ്പോഴത്തെ ഗ്യാസിൻ്റെ പ്രശ്നം എങ്ങനെ നോക്കിയാലൊന്നും നന്നാവണമെന്നുണ്ട് നാടേ. ഇപ്പോൾ തന്നെ ഗ്യാസിൻ്റെ ഭയങ്കര പ്രശ്നങ്ങളാണ് വരുന്നത്. ഞാനവിടെ ചെറിയൊരു ഫ്ലാറ്റിൽ, എനിക്ക് അടുപ്പൊന്നുമില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് BJPക്ക് ഇപ്രാവശ്യം കേരളത്തിലെ വിജയ സാധ്യതയുണ്ട്? അക്കൗണ്ട് തുറക്കുമോ? അങ്ങനെ പറയുന്നു. ഏതെങ്കിലും സീറ്റിൽ കിട്ടുമോന്ന് BJPക്ക്? ഇല്ല, ഇല്ലെന്ന് തോന്നുന്നു. അല്ല, കോൺഗ്രസിന്റെ ഒരു വിജയ സാധ്യത എങ്ങനെയാ നോക്കി കാണുന്നത്? എത്ര സീറ്റ് കിട്ടുമായിരിക്കും? കോൺഗ്രസിൻ്റെ പറയാൻ കാര്യം, എറണാകുളത്ത് നമ്മുടെ ഹൈബീഡൻ സാറ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ ആയിരിക്കുമെന്ന് എൻ്റെ തോന്നൽ. അവിടെ അവർ ജയിച്ചിട്ട് ഓരോന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മുൻതൂക്കം UDF തന്നെയാണ്. UDF തന്നെയാണ്. എത്ര സീറ്റ് നേടുമായിരിക്കും? ഒരു 73-74 സീറ്റോളം UDF വരും. LDFന് പോരാ. കാരണം എന്താ? LDF ഈ കഴിഞ്ഞ 5 വർഷം വലിയ കുഴപ്പമില്ലായിരുന്നു. ഈ 5 വർഷം വലിയ സുഖമുണ്ടായില്ല. അപ്പോൾ ജനങ്ങൾക്ക് വലിയ അഭിപ്രായമില്ല. പിന്നെ BJP 2-3 സീറ്റ് കിട്ടും പ്രാവശ്യം. BJP എവിടെയൊക്കെ സീറ്റ് നേടും? അത് പറയാറായിട്ടില്ല. BJP ഈ പ്രാവശ്യം കേരളത്തിൽ അക്കൗണ്ട് തുറക്കും. 2-3 സീറ്റ് കിട്ടുന്നതാണ് എൻ്റെ അഭിപ്രായം. ആണ്. ഇപ്പം K സുധാകരന്റെ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടല്ലോ. അത് അവസാനിച്ചല്ലോ. അവസാനിച്ചു. അയാൾ കണ്ണൂർ സീറ്റ് കൊടുക്കാൻ പറഞ്ഞു, അത് അവസാനിച്ചു. അത് കുഴപ്പമില്ല. അയാൾക്ക് ഇനിയിപ്പോൾ അയാൾ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അയാൾക്ക് നല്ലൊരു മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരും. ഓക്കെ, താങ്ക് യു. എൻ്റെ അഭിപ്രായത്തിൽ LDF തന്നെയാണ് വീണ്ടും വരാൻ ആഗ്രഹിക്കുന്നത്. ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ അവർ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാനും അവർ തന്നെ വരുന്നതായിരിക്കും നല്ലത്. റോഡുകളാണേലും ഹോസ്പിറ്റലുകളാണേലും അത് കണക്ക് തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ തന്നെ വരുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. UDF എത്ര സീറ്റ് നേടുമായിരിക്കും? UDF കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 65 സീറ്റ്, അതിൽ കൂടുതൽ പോയില്ല. കാരണം എന്താ? അങ്ങനെയാണ് അവിടുത്തെ ട്രെൻഡ്, അങ്ങനെയാണ് ഇപ്പോഴത്തെ നാട്ടിൽ. ഇപ്പോഴും അവർ പറയണ കാര്യങ്ങളൊന്നും പൂർത്തീകരിക്കണില്ല. BJPയുടെ ഒരു വിജയ സാധ്യത എങ്ങനെയാണ്? BJPക്ക് 2 സീറ്റ് കിട്ടുമായിരിക്കും. എവിടെയൊക്കെ ആയിരിക്കും? ഒന്ന് പാലക്കാടും ഒന്ന് മഞ്ചേശ്വരം. LDF കാരണം നല്ല ഭരണമായിരുന്നു. എല്ലാ രീതിയിലും നല്ല ഭരണം തന്നെയായിരുന്നു. UDF എത്ര സീറ്റ് നേടും? UDFന് ഒരു 40 സീറ്റ്. BJPക്ക് ഒരു വിജയ സാധ്യത ഒന്നും കിട്ടുമായിരുന്നു. LDFനാണ് മുൻതൂക്കം. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു അടിയൊഴുക്കൊന്നും കാണാനില്ല, ആൻറ്റി ഇൻകമൻസി ഒന്നുമില്ല. LDFന് 75 സീറ്റിനുള്ളിൽ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ. ഇപ്പം ഭരണവിരുദ്ധ വികാരം അലയടിക്കും എന്നൊക്കെയാണ് UDF പറയുന്നത്. അങ്ങനെ കാണുന്നില്ല, അതിൻ്റെ ഒരു ലക്ഷണം കാണുന്നില്ല. ഗ്രൂപ്പ് വഴക്കാണ് പ്രശ്നം. അപ്പോൾ അത് തന്നെയാണ് അവരിപ്പോൾ ബാധിക്കൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പ് വഴക്കാണ് അവരുടെ ഏറ്റവും വലിയ വിഷയം. അപ്പോൾ അത് അവരെ ബാധിക്കുന്നത്. BJPയുടെ ഒരു വിജയ സാധ്യത എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു 2 സീറ്റിൽ അവർ ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒന്ന് എനിക്കോട് നിയമമാണെന്ന് തോന്നുന്നു. നിയമത്തെ അവർക്ക് സാധ്യതയുണ്ട്. രാജീവ് ചന്ദ്രശേഖരനും പിന്നെ പാലക്കാട് എനിക്ക് തോന്നുന്നു
അവർ ജയിക്കാൻ സാധ്യതയുണ്ട്. ഒന്നും വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ചേട്ടൻ്റെ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ ചേട്ടൻ ഏത് പാർട്ടി വരണം എന്ന് ആഗ്രഹം? നമ്മൾ നിഷ്പക്ഷമാണ്, എങ്കിലും UDF വരും എന്നുള്ളതാണ്. UDF വരും. UDF വരും. കാരണം അവർ മാറി മാറിയല്ലേ ഭരണം വരുന്നത്. ഒരാൾ ഭരിക്കുമ്പോൾ അടുത്ത ആൾ ഒരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഭരണം LDF UDF മൾട്ടിപേ ആയിട്ട് നിൽക്കുള്ളൂ. ഈ വർഷം LDF കഴിഞ്ഞ പ്രാവശ്യം തുടർ ഭരണം കിട്ടിയില്ലേ? കിട്ടി. ഇപ്രാവശ്യം UDF ആണ് മൊത്തത്തിൽ. ഇപ്പൊ UDF അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം എന്താ? അതായത് ഇന്ന കാര്യമായിരിക്കണം ആദ്യം മാറണം, ഇവിടെ മാറണം. മനുഷ്യനായിട്ട് എല്ലാവരും ഒരുമയായിട്ട് ഒരു കോലാഹലങ്ങളില്ലാതെ ജീവിച്ചു പോകും. അതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം. അല്ലാതെ ആര് ഭരിച്ചാലും കണക്കാട്ട്. പക്ഷെങ്കിൽ ഒരു മാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ തമ്മിലടിക്കാതെ സാഹോദര്യ മനോഭാവത്തോടെ പോവുക. നമ്മൾ പറഞ്ഞാലും കേൾക്കില്ല. പിന്നെ മനുഷ്യന് ബുദ്ധിമുട്ടില്ലാതെ എല്ലാവരെയും ഒരേ രീതിയിൽ കണ്ടുപോവുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. BJPയുടെ ഇത്രാവശ്യത്തെ ഒരു വിജയ സാധ്യത എങ്ങനെയാണ് ചേട്ടൻ നോക്കി കാണുന്നത്? അതായത് ഏതെങ്കിലും BJP എന്ന് വെച്ചാൽ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ കലഹിക്കുന്നതുകൊണ്ട് അവർക്ക് വോട്ട് കൂടുതൽ കിട്ടും. ഇപ്രാവശ്യം അവര് അക്കൗണ്ട് തുറക്കോ കേരളത്തില്? അക്കൗണ്ട് തുറക്കും. അല്ല, മൊത്തത്തിൽ ഭരണം വരില്ല, മാറ്റം കിട്ടുമായിരിക്കും. വ്യക്തത അറിയാൻ പറ്റില്ല. ഒരു 3 സീറ്റ് പിടി. LDF. കാരണം ജനങ്ങൾക്ക് ചെയ്തേക്കുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളല്ലേ ചെയ്തേക്കുന്നത്, അതുകൊണ്ട് അവർ അധികാരത്തിൽ വരും. UDF തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കല്ലേ, അവർക്ക് അധികാരമോഹങ്ങളല്ലേ ഉള്ളതിൽ. അവരിപ്പോൾ ജയിച്ച് വന്നാലും തന്നെ ജനങ്ങൾക്കാരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ? ജനങ്ങൾക്കൊന്നും ചെയ്യില്ല. അവർക്ക് ഈ അധികാരമോഹമായിട്ട് നടക്കണവർ അതുകൊണ്ട് അവർ വരില്ല. BJPയുടെ ഒരു വിജയ സാധ്യത എങ്ങനെയാണ്? ചിലപ്പോ 1-2 സീറ്റ് പിടിച്ചേക്ക് അക്കൗണ്ട് തുറക്കായിരിക്കും. അക്കൗണ്ട് തുറക്കും ഇപ്രാവശ്യം? തുറക്കും. എവിടെയൊക്കെ ആയിരിക്കും? ഒന്ന് തിരുവനന്തപുരം ആയിരിക്കുള്ളൂ, പിന്നെ വേറെ അറിയാൻ പറ്റിയ സ്ഥലമൊന്നുമില്ല. ഇനിയിപ്പം അടുത്ത തെരഞ്ഞെടുപ്പിലെ ഇപ്പം ഒരു കാര്യം മാറണം എന്ന് ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മാറ്റം എന്തായിരിക്കും? അല്ല, ജനങ്ങൾക്ക് നല്ല കാര്യം ചെയ്യണവർ നല്ലത് ചെയ്യണവർ വരണം. അല്ല, ഇപ്പോഴത്തെ സർക്കാർ നല്ല കാര്യങ്ങളല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക്. മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ പെൻഷനാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ വന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. UDF കാരണം UDF ഭരണം മാറി വരണമെന്ന് ആഗ്രഹം, അതുകൊണ്ട് UDF വരണമെന്ന് ആഗ്രഹം. BJPക്ക് ഒരു വിജയ സാധ്യത കാണുന്നുണ്ടോ? അതായത് അക്കൗണ്ട് തുറക്കുമോ പ്രാവശ്യം? അക്കൗണ്ട് തുറക്കും. തിരുവനന്തപുരത്ത് ഒരെണ്ണം സാധ്യതയുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കാൻ സാധ്യതയുണ്ട്. BJP അക്കൗണ്ട് തുറക്കും. ഇപ്പം UDFിനടുത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ ഇപ്പോഴും. അത് കാലാകാലങ്ങളിൽ എല്ലാ ഇലക്ഷനും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഈ ഇലക്ഷന് ഞാൻ നോക്കിയിട്ട് വളരെ കുറച്ചാണ് സംഭവം. തെറ്റ് മുഴുവൻ പുള്ളിയുടെ ഭാഗത്താണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് കെ സുധാകരൻ ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ്. പിന്നൊരു കാര്യം വെച്ചാൽ പുള്ളി പാർലമെൻറ്റിലോട്ട് നിൽക്കരുതായിരുന്നു. പുള്ളി ആവശ്യപ്പെട്ടതനുസരിച്ച് സീറ്റ് കൊടുക്കണം. ഈ വിഷയങ്ങളൊക്കെ നിസ്സാര ഒരാഴ്ച കൊണ്ട് പരിഹരിക്കാവുന്ന കേസുണ്ട്. BJPക്ക് ഇത്തവണത്തെ ഇലക്ഷനിൽ എന്തെങ്കിലും സാധ്യത ചേട്ടൻ കാണുന്നുണ്ടോ? ഒന്നും പറയാൻ പറ്റില്ല. 2 സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. 2 സീറ്റ് എവിടെയൊക്കെയാണ്? ഒന്ന് നേമത്തും പിന്നെ ഒന്ന് ശോഭാസ്. ഇലക്ഷനെ വോട്ട് ചെയ്യുന്ന ആൾക്കാർ അധികാരത്തിൽ കയറും. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ? എൻ്റെ അഭിപ്രായം അതാണ്. അല്ലാണ്ട് വേറെ എന്താ? LDF വരോ BJP വരോ? LDF വരോ UDF വരോ? ആർക്ക് വോട്ട് ചെയ്യണം അവർ ജയിക്കുമെന്ന് എനിക്കിഷ്ടമുള്ള ആളെ വോട്ട് ചെയ്യും. ഞാൻ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ആളെ വോട്ട് ചെയ്യണമെന്ന് എനിക്ക് അഭിപ്രായം ഉണ്ടാവും. ചിലപ്പോൾ പറയുന്ന രീതി അത് വേറെ ആയിരിക്കും, അത്രേ ഉള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു പാർട്ടിയെ പ്രവർത്തിക്കുന്നില്ല, കാരണം നമുക്ക് അതിനെക്കുറിച്ച് വലിയ പാർട്ടി ഇല്ലെങ്കിലും ഇന്ന ആള് വന്നാൽ കുറച്ച് നന്നായിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? അതൊന്നുമില്ല, അതൊക്കെ കിടക്കണം. പണി പാർട്ടി കിടക്കും. അപ്പം ചേട്ടൻ ഈ പ്രാവശ്യം വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലേ? അതെന്താ? എൻ്റെ വോട്ട് നാട്ടിലെ കട്ടപ്പുരയില. ഇടുക്കി എൻ്റെ നാട്ട് ഇടുക്കിയില്ല. നാട്ടിലാണ്. വെറുതെ നമ്മളെ പൈസ മുടക്കി പോയിട്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ 10 വർഷമായിട്ടുള്ള ജനങ്ങൾക്ക് നല്ല രീതി കാര്യങ്ങളും വികസനമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പാലം, റോഡ്, ക്ഷേമ പെൻഷൻ, കുട്ടികൾക്ക് സ്കൂൾ തുറക്കണ മുമ്പ് തന്നെ പാഠപുസ്തകങ്ങൾ, മറ്റു കാര്യങ്ങൾ, യൂണിഫോം സൗജന്യമാണല്ലോ. അറിയാമോ? അത് അറിയാം. അതുപോലെ തന്നെ ഇപ്പോൾ 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് 60 വയസ്സ് വരെയുള്ളവർക്ക് വീട്ടിലിരിക്കുന്ന ജോലി ചെയ്യുന്നവർക്ക് ഒരു 1000 രൂപ പെൻഷനായിട്ടും, അതുപോലെ പഠിത്തം കഴിഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് വല്ല ഫോം പൂരിപ്പിക്കാനോ മറ്റു കാര്യങ്ങൾക്ക് പല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതിന് അവർക്കൊരു 1000 രൂപ യുവാക്കൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഈ സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് ഉറപ്പായി തന്നെ പറയാനുള്ളത്. BJPക്ക് എന്തെങ്കിലും സാധ്യതകളുണ്ടോ? BJPക്ക് സാധ്യത വളരെ കുറവാണ്. ഇപ്രാവശ്യം സീറ്റ് പിടിക്കും, അക്കൗണ്ട് തുറക്കും എന്നാണ് BJP ശക്തമായി പറയുന്നത്. അവര് എല്ലാ കൊല്ലം പറയുന്നതാണ് BJP സർക്കാർ തുറക്കുന്നു. പക്ഷേ
തുറക്കുന്ന അവർക്ക് സീറ്റ് കിട്ടുന്നു വലിയ ഇതൊന്നുമില്ല. UDF-ന്റെ ഒരു വോട്ട് നില എങ്ങനെയായിരിക്കും? UDF-ന്റെ ഇത് വളരെ പരിതാപകരമായ ഇതാണ്. അവരിപ്പോഴും തല്ലുപിടിച്ച് നിൽക്കുന്നത്. അവർക്ക് ഇപ്പോഴും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പറ്റിയിട്ടില്ല. കാര്യം തമ്മിലടിയാണ്. ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ള ഒരു പ്രശ്നമാണ് അവരുടെ ഇടയിൽ. 5-8 പേര് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കുപ്പായം തയ്ച്ചു വെച്ചേക്കനാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവർ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക, അല്ലെങ്കിൽ അവർ മുഖ്യമന്ത്രിയാകാമെന്നുള്ള ഇതിലാണ് അവിടുത്തെ വലിയ നേതാക്കന്മാർ. അപ്പോൾ അതുകൊണ്ട് ഇന്നും ഒരു മിക്ക സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടേ ഇല്ല. പിന്നെ പഴയ സ്ഥാനാർത്ഥികളെ ഇവിടെയൊക്കെ നിർത്തികളല്ലാണ്ട് പുതിയ ആരെയും വെച്ചിട്ടില്ല. അവർ തമ്മിലെല്ലാവരും ഇപ്പോൾ ഇവിടെ തന്നെ തമ്മിൽ തന്നെ എല്ലാവരും തല്ലുകൊടുത്തു. തമിഴ്നാട്ടിൽ ആര് അധികാരത്തിൽ വരും? വിജയ് തമിഴ്നാട് DMK தான் மேடம். DMK. വിജയോ? விஜய் நோ அலைன்ஸ் விஜய் சான்ஸ் நோ அலைன்ஸ் நோ சான்ஸ் நோ ஒன்லி DMK அலைன்ஸ் ஆல் அலைன்ஸ். நெக்ஸ்ட் ADMK 70-30. 70-30. എനിക്ക് തോന്നുന്നു UDF തന്നെ വരും തോന്നുന്നുണ്ട്. UDF കാരണം ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ട് അതാണ് കുറച്ചും കൂടി. BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കുന്നു തോന്നുന്നുണ്ടോ ഇപ്രാവശ്യം? അറിയില്ല, നോക്കാം. 140 ഉള്ളത്. 100 തന്നെ പ്രതീക്ഷിക്കാം. 100 കിട്ടും. കോൺഗ്രസിനോ? ബാക്കി 10 NDA 2 കൊണ്ടുപോകും. NDA 2 കൊണ്ടുപോകും. എനിക്ക് തോന്നുന്നു LDF തന്നെ വരും എന്ന് തോന്നുന്നു. LDF തന്നെ വരും. കാരണം എൻ്റെ തോന്നണേണ്. തോന്നലല്ല, UDF അധികാരത്തിൽ വരും. UDF വരും. എത്ര സീറ്റ് പിടിക്കും? അതിപ്പോ ജനം വോട്ട് ചെയ്യുന്ന പോലെ ഇരിക്കും. അധികാരത്തിൽ വരും. ചിലപ്പോ ഒരു 80-ന് മേലെ കിട്ടും. കാരണം എന്താ? കാരണം 10 വർഷമായാലും ഒരാൾ ഭരിക്കണേ. അപ്പൊ അതിന്റെ കെടുതി ജനം അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ജനം മാറി ചിന്തിക്കും. BJP പ്രാവശ്യം അക്കൗണ്ട് തുറക്കോ? ഒന്ന് SBI, ഒന്ന് കാനറ ബാങ്ക്, ഒന്ന് ഫെഡറൽ ബാങ്ക്. എത്ര സീറ്റ് കിട്ടും BJPക്ക്? സീറ്റൊന്നും കിട്ടൂല. കിട്ടില്ല. ചിലപ്പോ ഒരെണ്ണം മഞ്ചേശ്വരത്ത് കിട്ടും. കോൺഗ്രസ്. കാരണം എന്താ? ഇവിടെയല്ല, മൊത്തത്തില് കേരളത്തില് ഇപ്പൊ ഭരണം 2 വർഷമായിട്ടുള്ള ഭരണത്തില് അഴിമതിയാണ് നടക്കണം മുഴുവൻ. പിള്ളേർക്കായും വേഷം കെട്ടി. അതുകൊണ്ടാണ്. എത്ര സീറ്റ് കിട്ടുമായിരിക്കും? 90 മേലെ വരും. 90 മേലെ. BJPക്ക് സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ ഇപ്രാവശ്യം? എനിക്ക് അതിനെപ്പറ്റി വല്ല അറിയില്ല. കാരണം അത് വരുന്നു തുടങ്ങണതല്ലേ ഉള്ളൂ. UDF വരാൻ സാധ്യതയുണ്ട്. UDF കാരണം ഭരണത്തിൽ ഇതായിരുന്നല്ല, കുറെ നടന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കോളൂ. എത്ര സീറ്റ് നേടുമായിരിക്കും? ഒരു എങ്ങനെ ഒരു മൊത്തത്തിൽ സീറ്റ് ഉണ്ട്. സീറ്റ് എത്ര മൊത്തം? സീറ്റ് മൊത്തത്തില് UDF ആകെ മൊത്തത്തെ സീറ്റാണ് 140 മണ്ഡലം. 140. പിന്നെ 120 ഇടും. 120-100. BJPക്ക് ഒരു വിജയ സാധ്യത, അതായത് അക്കൗണ്ട് തുറക്കോ കേരളത്തില്? തുറക്കണം. ഒരു 3-4 സീറ്റ് എടുക്കും. 3-4 സീറ്റ് നേടും. എവിടേക്കാ ചേട്ടൻ? അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും ഒരു 3-4 സീറ്റ് പിടിക്കും. 3-4 സീറ്റ് പിടിക്കും. ഇത്രയും നാള് നമ്മള് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ BJPനെ നമ്മൾ കൂട്ടത്തില്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ലല്ലോ. അങ്ങനെയല്ല, വരും വരാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് വരും. കാരണം അത് അതിനെപ്പറ്റി ഒന്നും പറയല്ലേ. കോൺഗ്രസ് വരും. എത്ര സീറ്റ് നേടുമായിരിക്കും? അതൊന്നും എനിക്കറിയാൻ പാടില്ല. BJPക്ക് ഒരു വിജയ സാധ്യതയുണ്ട്, അതായത് അക്കൗണ്ട് കുറച്ചൊക്കെ ഉണ്ട്. പിടിക്കും ഇപ്രാവശ്യം അക്കൗണ്ട് തുറക്കോ? അത് പറയാൻ പറ്റില്ല. കോൺഗ്രസ് വരും എന്നുള്ളതാണ്. ചേട്ടനെ ഇപ്പൊ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വന്നു. ഇപ്പൊ ഏതെങ്കിലും ഒരു പാർട്ടി അധികാരത്തിൽ കയറി, അപ്പൊ ചേട്ടൻ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ഉണ്ടാവില്ലേ? ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ നന്നായിരിക്കും എന്ന് തോന്നുന്ന ഒരു അല്ല, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ഭരിച്ചിട്ട് മാറ്റങ്ങൾ കുറെ ഉണ്ടല്ലോ. അടിപൊളിയായിട്ട് അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം കോൺഗ്രസ് വരാൻ ചാൻസ് കാണിക്കുന്നുണ്ട്.